ഹലോ എവ്രിവൺ. അധികമുള്ള രോമം നീക്കം ചെയ്യാനുള്ള മാർഗങ്ങൾ എന്ന സെക്ഷനിലേക്ക് സ്വാഗതം. കോസ്മെറ്റോളജി വിദ്യാർത്ഥി എന്ന നിലയ്ക്ക് അധികമുള്ള രോമ വളർച്ച, അവ നീക്കം ചെയ്യാനുള്ള മാർഗങ്ങളും അവയുടെ പ്രാധാന്യവും എന്നിവയെക്കുറിച്ച് അറിഞ്ഞിരിക്കുക എന്നത് വളരെ പ്രധാനമാണ്. ഓരോ മാർഗങ്ങളുടെയും ഗുണങ്ങൾ, ദോഷങ്ങൾ എന്നിവ കൂടി നിങ്ങൾ അറിഞ്ഞിരിക്കണം. എന്നാലേ ക്ലയന്റിന്റെ ഇഷ്ടാനുസരണം അവർക്ക് യോജിച്ച മാർഗം ഏതെന്ന്, ഏറ്റവും പ്രാധാന്യമുള്ള കാര്യം അവരോട് നിങ്ങൾക്ക് ശുപാർശ ചെയ്യാനാകും. ഈ സെഷന്റെ ലക്ഷ്യങ്ങൾ. ഈ സെഷൻ പൂർണ്ണമാകുമ്പോൾ നിങ്ങൾക്ക് രോമവളർച്ചയെക്കുറിച്ച് വിശദീകരിക്കാനാകും. അമിത രോമവളർച്ചയെക്കുറിച്ച് വിവരിക്കാനാകും. അധികമുള്ള രോമങ്ങൾ നീക്കം ചെയ്യുന്നതുകൊണ്ടുള്ള പ്രയോജനങ്ങളുടെ ലിസ്റ്റ് തയ്യാറാക്കാൻ സാധിക്കും. അധികമുള്ള രോമങ്ങൾ നീക്കം ചെയ്യാനുള്ള വിവിധ മാർഗങ്ങൾ വിശദീകരിക്കാൻ സാധിക്കും. രോമവളർച്ചയുടെ വിവിധ ഘട്ടങ്ങൾ. ചർമ്മത്തിന് താഴെയുള്ള രോമകൂപങ്ങളിൽ രക്തധമനികളുമായി ബന്ധിപ്പിച്ചിരിക്കുമ്പോഴാണ് രോമം വളരുന്നത്. ഇത് മുടിയുടെ നീളവും കനവും നിർണ്ണയിക്കുന്നു. ഓരോ രോമവും വളർച്ചയുടെയും വിശ്രമത്തിന്റെയും ഒരു ചക്രത്തിലൂടെ കടന്നുപോകുന്നു. രോമവളർച്ചയുടെ 4 ഘട്ടങ്ങൾ അനജൻ, കാറ്റജൻ, ടൈലോജൻ, എക്സോജൻ എന്നിവയാണ്. ആദ്യ ഘട്ടം അനജൻ ഘട്ടമാണ്. രോമത്തിന്റെ നീളം നിശ്ചയിക്കുന്ന ഈ ഘട്ടം 2 മുതൽ 7 വർഷം വരെ നീണ്ടുനിൽക്കുന്നു. രണ്ടാമത്തെ ഘട്ടമായ കാറ്റജൻ പരിവർത്തന ഘട്ടം എന്നുകൂടി അറിയപ്പെടുന്നു. 10 ദിവസത്തോളം നീണ്ടുനിൽക്കുന്ന ഈ ഘട്ടത്തിൽ രോമം ചുരുങ്ങി ഫോളിക്കിളിൽ നിന്ന് വേർപെടുന്നു. മൂന്നാം ഘട്ടമായ ടൈലോജൻ ഘട്ടത്തെ വിശ്രമഘട്ടം എന്നുകൂടി പറയുന്നു. 3 മാസത്തോളം നീണ്ടുനിൽക്കുന്ന ഈ ഘട്ടത്തിൽ പുതിയ രോമങ്ങൾ വളർന്നു തുടങ്ങുന്നു. അവസാന ഘട്ടമായ എക്സോജൻ ഘട്ടം പുതിയ രോമം വളരുന്ന ഘട്ടമാണ്. ഇതിൽ പഴയ രോമം കൊഴിഞ്ഞ് പുതിയ രോമം വളരുന്നു. ദിവസവും ഏകദേശം 50 മുതൽ 150 രോമങ്ങൾ വരെ കൊഴിയുന്നത് സാധാരണമാണ്. രോമവളർച്ചയ്ക്കും മുടി വളർച്ചയ്ക്കും പോഷകാഹാരം കഴിക്കുക എന്നത് അത്യന്താപേക്ഷിതമാണ്. പോഷകാഹാരക്കുറവ് അനജൻ ഘട്ടത്തെ സാരമായി ബാധിച്ചേക്കാം. ശരീരത്തിലെ അമിത രോമവളർച്ചയെ മെഡിക്കൽ നാമത്തിൽ ഹൈപ്പർ ട്രൈക്കോസിസ് എന്ന് പറയുന്നു. അതായത് മുഖം, മാറിടം, പുറം, വയർ എന്നിവിടങ്ങളിൽ ഉണ്ടാവുന്ന അധിക രോമവളർച്ചയെ ഇത് സൂചിപ്പിക്കുന്നു. ഈ അവസ്ഥയ്ക്കുള്ള സാധാരണ കാരണങ്ങളിൽ ഇവ ഉൾപ്പെടുന്നു: മാനസിക സമ്മർദ്ദം, അമിതവണ്ണം, ജനിതകപരമായിട്ടുള്ള കാരണങ്ങൾ, അമിത സംവേദനക്ഷമതയുള്ള രോമകൂപങ്ങൾ, ഹോർമോൺ മാറ്റങ്ങൾ, മരുന്നുകൾ. അമിത രോമവളർച്ച വിയർപ്പും അഴുക്കും കൊണ്ടുണ്ടാകുന്ന ബാക്ടീരിയൽ ഇൻഫെക്ഷൻ, ശരീര ദുർഗന്ധം എന്നിവയ്ക്ക് കാരണമാകുന്നു. അധികമുള്ള രോമങ്ങൾ നീക്കം ചെയ്യുന്നത് വ്യക്തിയുടെ രൂപഭംഗി വർദ്ധിപ്പിക്കുന്നതിനും ആത്മവിശ്വാസം കൂട്ടുന്നതിനും സഹായകമാകുന്നു. ഹെയർ റിമൂവൽ പ്രധാനമായും 2 തരത്തിലുണ്ട്: ഡെപ്പിലേഷനും എപ്പിലേഷനും. ഓരോ മാർഗങ്ങളും നമുക്കിനി വിശദമായി നോക്കാം. ഡെപ്പിലേഷൻ എന്നത് താൽക്കാലികമായ ഹെയർ റിമൂവൽ മാർഗമാണ്. ഇതിലൂടെ ചർമ്മത്തിനു മുകളിലുള്ള രോമം മാത്രമേ നീക്കം ചെയ്യാനാകൂ. വിവിധ ഡെപ്പിലേഷൻ മാർഗങ്ങൾ ഇവയാണ്: അബ്രസീവ് പേപ്പർ, പ്യൂമി സ്റ്റോൺ, ഷേവിംഗ്, ഡെപ്പിലേറ്ററി ക്രീമുകൾ. ഇവ ഓരോന്നും നമുക്ക് വിശദമായി നോക്കാം. അബ്രസീവ് പേപ്പർ. അബ്രസീവ് പേപ്പർ കൊണ്ട് ചർമ്മത്തിൽ രോമവളർച്ചയുടെ എതിർദിശയിലേക്ക് മെല്ലെ ഉരച്ച് രോമം നീക്കം ചെയ്യുന്നു. പക്ഷേ ഇത് ചർമ്മം പരുക്കനാക്കുന്നു. കൂടാതെ ചർമ്മത്തിൽ തടിപ്പ് അഥവാ റാഷസ് വരാനും സാധ്യതയുണ്ട്. പ്യൂമി സ്റ്റോൺ. തൊലിപ്പുറത്തുള്ള രോമം വളരെ സാവധാനത്തിൽ നീക്കം ചെയ്യുന്ന പ്രക്രിയയ്ക്ക് ഉപയോഗിക്കുന്ന സുഷിരങ്ങളുള്ള സ്റ്റോൺ ആണ് പ്യൂമി സ്റ്റോൺ. സാധാരണയായി മുഖത്തുള്ള രോമങ്ങൾ നീക്കം ചെയ്യാൻ പ്യൂമി സ്റ്റോൺ ഉപയോഗിക്കാറില്ല. ഷേവിംഗ്. ചർമ്മത്തിന്റെ ഉപരിതലത്തിലുള്ള രോമങ്ങൾ ഷേവിങ്ങിലൂടെ നീക്കം ചെയ്യാം. വേഗത്തിൽ മിനുസമായി ചെയ്യാവുന്നതിനാൽ കൈകാലുകളിലെ രോമങ്ങൾ നീക്കം ചെയ്യാൻ ഇത് അനുയോജ്യമാണ്. ഡെപ്പിലേറ്ററി ക്രീമുകൾ.
രോമങ്ങളെ അലിയിച്ചു കളയുന്ന കെമിക്കലുകൾ അടങ്ങിയിട്ടുള്ളതാണ് ഡെപ്പിലേറ്ററി ക്രീമുകൾ. ഇത് തുടച്ചു കളയുകയോ കഴുകുകയോ ചെയ്താൽ മതിയാകും. മുൻകരുതൽ എന്ന നിലയ്ക്ക് ഇത് ഉപയോഗിക്കുന്നതിന് മുൻപ് ഒരു പാച്ച് അഥവാ അലർജി ടെസ്റ്റ് ചെയ്യണം. ഡെപ്പിലേഷൻ രോമങ്ങളെ വേരോടെ നീക്കം ചെയ്യില്ല എങ്കിലും ഈ പറയുന്ന ഗുണങ്ങൾ അതിനുണ്ട്. സൗകര്യം: ഡെപ്പിലേഷൻ ലളിതമായി വേഗത്തിൽ ചെയ്യാവുന്നതായതുകൊണ്ട് വീട്ടിലോ സലൂണിലോ ചെയ്യാം. ചിലവ്: രോമം നീക്കം ചെയ്യാനുള്ള മറ്റു പ്രക്രിയകളായ ലേസർ, ഇലക്ട്രോളിസിസ് എന്നിവയേക്കാൾ ഡെപ്പിലേഷന് ചിലവ് കുറവാണ്. താൽക്കാലിക ഫലം: ഡെപ്പിലേഷൻ കൊണ്ട് രോമം നീക്കം ചെയ്യുന്നത് താൽക്കാലികമാണ്. അതിനാൽ അതാണ് പലർക്കും ഇഷ്ടം. പലതരം ഓപ്ഷനുകൾ: ഷേവിങ്ങും ഡെപ്പിലേറ്ററി ക്രീമുകളും അടക്കം പലതരത്തിലുള്ള ഡെപ്പിലേഷൻ മാർഗങ്ങൾ ലഭ്യമാണ്. അതുകൊണ്ട് ഓരോരുത്തർക്കും അനുയോജ്യമായത് തിരഞ്ഞെടുക്കാം. സ്ത്രീ പുരുഷന്മാർക്കിടയിൽ ഏറെ പ്രീതിയുള്ള ഒരു കോസ്മെറ്റിക് പ്രക്രിയയാണ് ഡെപ്പിലേഷൻ എങ്കിലും അവയ്ക്ക് ഇനി പറയുന്ന ദോഷവശങ്ങളും ഉണ്ട്. രോമം വീണ്ടും വളരുന്നു. ഡെപ്പിലേഷൻ രോമത്തെ രോമകൂപത്തിൽ നിന്ന് പൂർണ്ണമായിട്ടല്ല, ഷാഫ്റ്റിൽ നിന്ന് മാത്രമേ നീക്കം ചെയ്യുന്നുള്ളൂ. അതുകൊണ്ട് വളരെ വേഗം രോമം വീണ്ടും വളരുന്നു. ചർമ്മത്തിലുണ്ടാകുന്ന അസ്വസ്ഥതയോ ചൊറിച്ചിലോ: ഡെപ്പിലേഷൻ കൊണ്ട് ചർമ്മത്തിന് അസ്വസ്ഥത അല്ലെങ്കിൽ ചൊറിച്ചിൽ, ചർമ്മത്തിൽ ചുവപ്പു നിറം, ഇൻഗ്രോൺ ഹെയർ അഥവാ രോമം അകത്തേക്ക് വളരുക എന്നിവയും ഫോളിക്കിളുകളിൽ നീര് വളരുന്ന ഫോളിക്യുളിറ്റിസ് പിടിപെടാനും സാധ്യതയുണ്ട്. കെമിക്കലുകളുമായുള്ള സമ്പർക്കം: ഡെപ്പിലേറ്ററി ക്രീമുകളിൽ കെമിക്കലുകൾ അടങ്ങിയിട്ടുള്ളതുകൊണ്ട് ചർമ്മത്തിന് അസ്വസ്ഥത, ചൊറിച്ചിൽ, ചിലർക്ക് അലർജി എന്നിവ ഉണ്ടാകാം. ഹ്രസ്വകാലത്തേക്ക് മാത്രമുള്ള ഫലം: ഡെപ്പിലേഷൻ കൊണ്ടുള്ള ഫലം ഹ്രസ്വകാലത്തേക്ക് മാത്രമായതുകൊണ്ട് ചർമ്മം മിനുസമുള്ളതാക്കി വെക്കണമെങ്കിൽ പതിവായി ഈ പ്രക്രിയ ചെയ്തുകൊണ്ടേയിരിക്കണം. രോമം വേരോടെ നീക്കം ചെയ്യുന്ന പ്രക്രിയയാണ് എപ്പിലേഷൻ. പലതരത്തിലുള്ള എപ്പിലേഷൻ മാർഗങ്ങളുണ്ട്. ട്വീസിംഗ്, ത്രെഡിംഗ്, വാക്സിംഗ് എന്നിവയാണവ. നമുക്കിനി ഓരോന്നും വിശദമായി നോക്കാം. ട്വീസിംഗ്: ചെറിയ തോതിൽ രോമം നീക്കം ചെയ്യാൻ ഈ മാർഗം ഉപയോഗിക്കുന്നു. വളരെ സാവധാനം ഇലക്ട്രിക് അല്ലെങ്കിൽ മാനുവൽ ടീസർ ഉപയോഗിച്ച് രോമം പിഴുതെടുക്കുന്ന ഒരു പ്രക്രിയയാണിത്. സാധാരണയായി പുരികങ്ങൾ ഷേപ്പ് ചെയ്യാനാണ് ട്വീസിംഗ് ചെയ്യുന്നത്. എന്നാൽ ഇൻഗ്രോൺ ഹെയർ നീക്കാൻ എവിടെ വേണമെങ്കിലും ഇത് ചെയ്യാവുന്നതാണ്. ത്രെഡിംഗ്: ഏറ്റവും പ്രചാരത്തിലുള്ളതും അധികം പണം ചിലവാക്കേണ്ടാത്തതും സർവോപരി ഇന്ത്യയിൽ രൂപം കൊണ്ടതും ഇപ്പോൾ പാശ്ചാത്യ രാജ്യങ്ങളിൽ ജനപ്രീതി ആർജിച്ചു വരുന്നതുമായ ഹെയർ റിമൂവൽ മാർഗമാണ് ത്രെഡിംഗ്. ഈ പ്രക്രിയയ്ക്കായി ഒരു പ്രത്യേകതരം ത്രെഡ്, സാധാരണയായി നമ്പർ 40 ഉപയോഗിച്ച് കുറേശ്ശെ രോമം നീക്കം ചെയ്യുന്നു. പുരികങ്ങൾ ഷേപ്പ് ചെയ്യുന്നതിനും മുഖത്തെ അധികമുള്ള രോമം നീക്കം ചെയ്യുന്നതിനും പറ്റിയ നല്ല മാർഗമാണിത്. ഈ ടെക്നിക്കിൽ പ്രാവീണ്യം നേടാൻ നല്ലപോലെ പരിശീലനം ആവശ്യമാണ്. വാക്സിംഗ്: ശരീരത്തിലെ എല്ലാ ഭാഗത്തുമുള്ള അനാവശ്യ രോമങ്ങൾ നീക്കം ചെയ്യാനുള്ള മറ്റൊരു ഫലപ്രദമായ മാർഗമാണ് വാക്സിംഗ്. പൊതുവെ 2 തരം വാക്സിംഗ് ആണ് ഉള്ളത്: ഹോട്ട് വാക്സ്, കോൾഡ് വാക്സ്. ചൂടാക്കിയ വാക്സ് ചർമ്മത്തിൽ തേച്ച് വാക്സിംഗ് സ്ട്രിപ്പുകൾ അതിലൊട്ടിച്ച് രോമം വളരുന്നതിന്റെ എതിർദിശയിലേക്ക് പെട്ടെന്ന് സ്ട്രിപ്പ് വലിക്കുന്ന രീതിയാണ് ഹോട്ട് വാക്സ് എന്നത്. ശരീരത്തിൽ വേണ്ടവണ്ണം പരക്കുന്നതിനായി വാക്സ് അല്പം ചൂടാക്കേണ്ടതുണ്ട്. നന്നായി ഒട്ടലുള്ള വഴക്കമുള്ള വാക്സ് ചർമ്മത്തിൽ തേച്ച് പിടിപ്പിച്ച് സ്ട്രിപ്പ് കൊണ്ട് രോമവളർച്ചയുടെ എതിർദിശയിലേക്ക് പെട്ടെന്ന് വലിക്കുന്ന രീതിയാണ് കോൾഡ് വാക്സ് എന്നത്. ഇതിൽ വാക്സ് ചൂടാക്കേണ്ട ആവശ്യമില്ല. എപ്പിലേഷൻ കൊണ്ടുള്ള ഗുണങ്ങൾ: ഫലം ദീർഘകാലത്തേക്ക്. എപ്പിലേഷൻ രോമത്തെ വേരോടെ നീക്കം ചെയ്യുന്നു. അതുകൊണ്ട് രോമം സാവധാനത്തിലേ വീണ്ടും വളരൂ. ഓരോരുത്തരുടെയും രോമവളർച്ചയുടെ തോതനുസരിച്ച് ഇതിന്റെ ഫലം 2 ആഴ്ച മുതൽ 6 ആഴ്ച വരെ നീണ്ടുനിൽക്കും. വീണ്ടും വളരുമ്പോൾ രോമത്തിന് കട്ടി കുറയുന്നു. ആവർത്തിച്ചുള്ള എപ്പിലേഷൻ കൊണ്ട് ഹെയർ ഫോളിക്കിളുകളുടെ ശക്തി കുറയുകയും കാലക്രമേണ രോമങ്ങളുടെ കട്ടി കുറയുകയും ചെയ്യുന്നു.
മിനുസമുള്ള ചർമ്മം. എപ്പിലേഷൻ ചെയ്യുമ്പോൾ ചർമ്മം മിനുസമുള്ളതാകുന്നു. സൗകര്യം. എപ്പിലേഷൻ വീട്ടിൽ ചെയ്യാവുന്നതാണ് എന്നതും മിക്ക പ്രക്രിയകൾക്കും വളരെ കുറച്ച് സാമഗ്രികൾ മാത്രമേ ആവശ്യമുള്ളൂ എന്നതും ഇതിനെ ഹെയർ റിമൂവലിന് വളരെ സൗകര്യപ്രദമായ പ്രക്രിയയാക്കി മാറ്റുന്നു. എപ്പിലേഷൻ കൊണ്ടുള്ള ദോഷങ്ങൾ. ചിലർക്ക് ഇത് ചെയ്യുന്ന സ്ഥലത്തെ ചർമ്മത്തിന് ചുവപ്പ് നിറവും തടിപ്പും അനുഭവപ്പെട്ടേക്കാം. ഇൻഗ്രോൺ ഹെയർ. എപ്പിലേഷൻ ചെയ്താൽ ചിലപ്പോൾ ഇൻഗ്രോൺ ഹെയർ കൊണ്ടുള്ള പ്രശ്നമുണ്ടായേക്കാം. അതായത് രോമം ചർമ്മത്തിനകത്തേക്ക് വളർന്ന് അസ്വസ്ഥത ഉണ്ടാക്കുന്നു. ചിലവ്. ലേസർ, ഇലക്ട്രോളിസിസ് എന്നിവയേക്കാൾ ചിലവ് കുറവാണെങ്കിലും പല പ്രാവശ്യം ആവർത്തിക്കേണ്ടതിനാലും സാമഗ്രികൾ പതിവായി വാങ്ങേണ്ടതിനാലും എപ്പിലേഷന് ചിലവ് കൂടുതലാണ്. ഒരുപാട് സമയം ആവശ്യമാണ്. എപ്പിലേഷന് മറ്റ് ഹെയർ റിമൂവൽ മാർഗങ്ങളെക്കാൾ കൂടുതൽ സമയം വേണം, പ്രത്യേകിച്ച് നിങ്ങൾ ശരീരത്തിലെ കൂടുതൽ ഭാഗങ്ങളിൽ ഇത് ചെയ്യുന്നുണ്ടെങ്കിൽ. അവസാനിപ്പിക്കുന്നതിന് മുമ്പ് നിങ്ങൾ പഠിച്ച പ്രധാന പോയിന്റുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. രോമവളർച്ച, അനജൻ, കാറ്റജൻ, ടെലോജൻ, എക്സോജൻ എന്നീ 4 ഘട്ടങ്ങളിലൂടെ കടന്നുപോകുന്നു. ഹൈപ്പർ ട്രൈക്കോസിസ് എന്ന മെഡിക്കൽ നാമമുള്ള അമിത രോമവളർച്ച ശരീരത്തിൽ വിവിധ ഭാഗങ്ങളിൽ ഉണ്ടാകുന്ന അധിക രോമവളർച്ചയെ സൂചിപ്പിക്കുന്നു. അനാവശ്യ രോമങ്ങൾ നീക്കം ചെയ്യാൻ പ്രധാനമായും 2 തരത്തിലുള്ള ഹെയർ റിമൂവൽ മാർഗങ്ങൾ ആണുള്ളത്: ഡെപ്പിലേഷനും എപ്പിലേഷനും. ഡെപ്പിലേഷൻ കൊണ്ട് ചർമ്മത്തിന് മുകളിലുള്ള രോമം നീക്കം ചെയ്യാം. രോമം വേരോടെ നീക്കം ചെയ്യുന്ന പ്രക്രിയയാണ് എപ്പിലേഷൻ. നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലായി എന്ന് കരുതുന്നു. ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം.